നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, വോയിസ് ഓഫ് ജസ്റ്റിസ് ചെയർമാൻ. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം ലോകത്തെ നശിപ്പിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലുണ്ട്. അതുപോലെ ഭരണം നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ അരാജകത്വം ഉണ്ടാക്കുകയാണ്. അത് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി. ഇപ്പോൾ എം ലോറൻസിൻ്റെ ചിതാഭസ്മല്ല മൃതദേഹം മകൾ പറയുന്നു അതിനെ ദഹിപ്പിക്കരുത്, അല്ല മെഡിക്കൽ കോളേജിൽ കൊടുക്കരുത്, പള്ളിയിലടക്കണം. അവകാശികൾപ്പെട്ട ഒരാളെങ്കിലും എതിര് നിൽക്കുകയാണെങ്കിൽ ആ മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ നിയമമില്ല സർ. സഖാക്കളെ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അല്ലെങ്കിൽ ആശയം അച്ഛന് കേട്ട് ചില സംശയങ്ങളും തർക്കങ്ങളൊക്കെ ഉള്ളതാണ് പാർട്ടി കേട്ട്. ഒരുപക്ഷെ BJP അനുഭവിയായിരിക്കും, അങ്ങനെ പോയിരിക്കും. നിങ്ങൾക്ക് അപ്പോൾ അത് നിങ്ങൾക്ക് നേരത്തെ എഴുതി വാങ്ങിക്കാൻ പാടില്ലേ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൊടുക്കണം എന്നുള്ള അവിടെ ഇട്ട് വാങ്ങിച്ചു വെച്ചോളാം നേരത്തെ. അത് ചെയ്യാത്. അപ്പോൾ എന്ത് വന്നാലും കാണാം എന്നുള്ളൊരു തൻ്റെയുടെ ചങ്കൂറ്റും അഹങ്കാരം ഉണ്ടായിട്ടില്ല. അഹങ്കാരം വേണ്ട. പിണറായി സഖാവിനോട് പ്രത്യേകം പറയാണ്, നമ്മൾ വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയിൽ ഒരു അലൂമിനിയം പാത്രം ഇരുന്നാൽ ആ പാത്രം നമ്മുടെ കാല് പൊട്ടിയാൽ, നമ്മളെന്നോത്ത് കാരണന്മാർ കാല് പൊട്ടിയാൽ എന്താ കാരണവർ പറയാ? എടാ, നടക്കുന്ന വഴിക്കാണോ പാത്രം വയ്ക്കണമെന്ന്. അതാണ് അവർ വ്യാഖ്യാനം. മറിച്ച് മകനാണ് വരുന്ന വഴിയിൽ കാല് പൊട്ടിയാലോ, ഇതിൻ്റെയൊക്കെ മുഖത്ത് കണ്ണില്ലേ, പാത്രയ്ക്ക് കണ്ടില്ലെന്നും രണ്ട് നിങ്ങൾക്ക് മനസ്സിലായി വ്യാഖ്യാനിക്കണ്ടല്ലോ. അതുപോലെയാണ് പിണറായി സഖാവിനെതിരെ വരുന്ന കാര്യങ്ങളൊക്കെ തെറ്റും, അദ്ദേഹത്തിന് അനുകൂലമാണെല്ലാം ശരിയാണ്. അത് ഒരു മണിക്കൂർ 40 മിനിറ്റ് ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞത് എന്താണ്? ധിക്കാരവും അഹങ്കാരമില്ലാതെ ഏതെങ്കിലും തന്മയത്തോടുകൂടി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിൽ പറഞ്ഞു. പണിസറിന് വിജിലൻസ് അന്വേഷണം നടത്തി ഓർഡർ ഇട്ടപ്പോൾ ആത്മാവിന് വേണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ പിണറായി സഖാവ് ഇന്നലെ എന്താ ചെയ്ത്? പിണറായി സഖാവിൻ്റെ ഏറ്റവും ഉയർന്ന പോലീസ് ഓഫീസർ, ലോ ആൻഡ് ഓർഡർ നയിക്കുന്ന ഓഫീസർക്ക് വിജിലൻസ് അന്വേഷണം ഇട്ടിട്ട് തന്നെ ഓർഡർ ആക്കാൻ എത്ര ദിവസം പിടിച്ച്? 10 ദിവസമായിട്ട് പിടിച്ച്. അല്ല, 6 മാസം സമയമാണ്. 6 മാസം എന്താ ഈ ലോകത്ത് എന്തെല്ലാം സംഭവം നടക്കാം. നിമിഷം പ്രതി ചരിത്രം മാറുന്ന ഈ ലോകത്ത് 6 മാസം നീണ്ടമായ കാലാവധിയല്ലേ. അതേ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നു, മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്നു, എല്ലാം ഞാൻ. എന്തിനാ പാവം മോഡിക്ക് കുറ്റമാണ്? മോഡിക്ക് അഹങ്കാരിയാണ്, ധിക്കാരിയാണ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ അഹങ്കാരമാണ് ഇപ്പം പിണറായി കാണിക്കുന്നത്. എന്താണ് അദ്ദേഹം കാണിച്ചത്? നിയമത്തെ എല്ലാം കാറ്റിപ്പുറത്തല്ലേ, ആരും വായിക്കില്ല എന്നുള്ളതല്ലേ. എനിക്ക് ബാധകല്ല, ഞാൻ പറയുന്നതാണ് ശരി. ഇന്നലെ പോലും ഇത്രയും വന്നിട്ടില്ല, മോഡിജി പോലും ഇത്രയും വന്നിട്ടില്ല. ആദരിക്കൽ കഷ്ടം. ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു പാർട്ടി ലീഡറും. നട്ടലുള്ള സഖാക്കളെ, ഈ പിണറായിയുടെ അഹങ്കാരത്തിനെതിരെ ശബ്ദിക്കാൻ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനും കേരളത്തിൽ ഇല്ലാതെ പോയി എന്ന് പറയുമ്പോൾ ദുഃഖമുണ്ട്. മുഖത്ത് നോക്കി എല്ലാം റഹീബൊക്കെ വാല് കിട്ടിയില്ലോ. എന്തായാലും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു ഓടിച്ചാലും പിന്നെ മനസ്സിലായി മുഖ്യമന്ത്രിക്ക് വേണ്ടി വാദിക്കുകയാണ്. അൻവറിന് ഇഷ്ടമല്ല, അൻവറിന്റെ പോളിസി ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരും വന്നു. ഇവിടെ ഈ റഹീമൊക്കെ വടകരയിലേ ആ സംഭവം ഉണ്ടാവല്ലോ, കാഫിർ പ്രയോഗത്തിലൊക്കെ വന്ന് എന്താണ് ഘോരഘോരം പറഞ്ഞത്? നിങ്ങളുടെ സഖാക്കൾ തന്നെയല്ലേ നിങ്ങൾ തെമ്മാടത്തിലാണ് തല്ലുകൊള്ളേണ്ട പറഞ്ഞത്. നിങ്ങൾക്ക് എന്തിടോ സഖാക്കളെ നിങ്ങൾ കാണിക്കുന്നത്? മാന്യതും സാമാന്യ മര്യാദ ഒന്നും ഇല്ലേ?
അധികാരം വന്നോടി വീണ്ടും അധികാരം വന്നോടി അഹങ്കാരം വന്ന് കയറിയോ? വിനയൊന്നും ഇല്ലേ? എന്തും ഞങ്ങളുടെ കയ്യിൽ ഒതുക്കും, ഞങ്ങൾക്ക് പറയുമ്പോൾ നടക്കണം നടത്തും എന്നുള്ളൊരു ധിക്കാരവും അഹങ്കാരവും, അത് ദാഷ്ട്യമാണത്. അത് ശരിയല്ലെന്നേ. കേരളത്തിൽ ജനങ്ങളൊരു 3.5 കോടിയിൽ പരം ജനങ്ങളുണ്ട്. അവർക്കതിൽ വികാരങ്ങളുണ്ട്, അവർക്കതിൽ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, തത്വങ്ങളുണ്ട്, സംഹിതയുണ്ട്. അതെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് നിങ്ങൾ കുറേ ഗ്യാങ് പറയുന്നതാണ് നടപ്പാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ യുക്തി, എന്താണ് നീതി? ശരിയായൊരു കീഴ്വഴക്കല്ല. എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും ഇദ്ദേഹം വിലക്കെടുത്ത് ഇനി അഭിമാനത്തോടെ മിണ്ടുന്ന ഓച്ചാൻ നിൽക്കാത്ത ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് കേരളത്തിലില്ല, ഇന്ത്യയിൽ. അതെ, കാരണം ഇപ്പോൾ ഉള്ള സീനിയർ മോസ്റ്റ് അദ്ദേഹമാണല്ലോ. പ്രകാശ് യെച്ചൂരി മരിച്ചു, 10 പൈസ വഴിയുള്ള ഈ മുഖ്യമന്ത്രിയായിട്ട് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ, സീനിയർ മോസ്റ്റാണ്. ഇദ്ദേഹം പറയുന്നത് ഇനി CPIM നടക്കുകയുള്ളൂ. അപ്പോഴത്താണ് കേന്ദ്രത്തെ സ്വാധീനിച്ചിരിക്കുകയാണ്, കേന്ദ്ര മന്ത്രിസഭയിൽ. പിന്നെ ഇനി അയാൾക്ക് ആരെ പേടിക്കണം? കേന്ദ്രത്തെ പേടിക്കണ്ട, സംസ്ഥാനം പേടിക്കണ്ട, ദൈവം ഇല്ല തരം. പിന്നെ ആരും പേടിക്കണ്ട. അതുകൊണ്ട് അഹങ്കാരവും ധിക്കാരവും കാണിക്കുന്ന മുഴുവൻ അഹങ്കാരം ധിക്കാരാണ്. വിനയമൊന്നും ഇല്ല. അതുമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു AK ഗോൾഡായിരുന്നു, നയനാരുണ്ടായിരുന്നു, അച്യുത് ആനന്ദനുണ്ടായി, CPI അച്യുത മേനോനുണ്ടായി, പിന്നെ EMS വരെ ഉണ്ടായിരുന്നു, PK വാസുനായുടെ മുഖ്യമന്ത്രി, അവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്നൊക്കെ, ദിവാകരൻ, എത്ര ആൾക്കാർ. അവർക്കൊന്നും ഇല്ലാത്ത ഒരു വിനയമില്ലായ്മ നിങ്ങൾക്ക് മാത്രം എവിടുന്ന് കിട്ടിയേ? ഇതെന്താണ്? ഞാൻ പറയുന്നത് നടക്കൂ, ഞാൻ പറയുന്നത് നടന്നിരിക്കണം. ഒരു സഖാവ് പോലും ഈ ചെയ്ത് തെറ്റാണ്, നിങ്ങളുടെ ചിന്താഗതി ശരിയല്ല, കമ്മ്യൂണിസ്റ്റിനെതിരാണ് എന്ന് പറയാൻ വായു തോന്നുന്ന പറയാൻ നട്ടലുള്ള ഒരൊറ്റ സഖാക്കളും കേരളത്തിലില്ലാതെ പോയി. എല്ലാത്തിനും അടിക്കൊതിക്കില്ലേ? എന്തെല്ലാം പറഞ്ഞു? ഒന്നുകിൽ ചേട്ടൻ വെയിൽ കിട്ടുമ്പോൾ ഞാൻ ഊണ് കഴിക്കാൻ പോകും, അല്ലെങ്കിൽ ഞാൻ ഊണ് കഴിക്കുമ്പോൾ ചേട്ടൻ വെയിൽ കിട്ടാൻ എന്ന് പറഞ്ഞ പോലെയാണ്. ഊണ് കഴിക്കുമ്പോൾ ഞാനും ചേട്ടൻ വെയിൽ കിട്ടാൻ. അതുപോലെ നിങ്ങൾ മുഖ്യമന്ത്രി നിങ്ങളാണ്, സംസ്ഥാന സെക്രട്ടറി നിങ്ങളാണ്, സർവമയമാണ് കേരളത്തിൽ. നട്ടില്ലാത്ത കോൺഗ്രസ് യോജിച്ചെന്നെങ്കിൽ ഇതൊക്കെ നടക്കുമോ? ആ ഉമ്മൻചാണ്ടി കാലുവാരിയില്ലെങ്കിൽ ഈ UDF ഗവൺമെൻറ് നഷ്ടപ്പെട്ടു പോർന്നോ? അദ്ദേഹം ആ അഭ്യാസം കാണിച്ചിട്ടല്ലേ? ആള് മരിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ കൊല്ലം പണ്ട് ഒരച്ഛനെ മക്കളെ അന്വേഷിക്കാതെ അപ്പോൾ അച്ഛൻ മരിക്കാൻ കാലത്ത് പോയി, ഏതായാലും ഇത്രയും കാലം നിങ്ങൾ എന്നെ അന്വേഷിച്ചില്ല. അച്ഛൻ ചത്ത് കഴിയുമ്പോഴേ ഒരു ചെറിയ ആശ്രമത്തിലേക്ക് ചെറിയ പൂൾ എന്ന് ചെറിയ ഒരു കുറ്റി അടിച്ച് കയറ്റിക്കെന്ന് പറഞ്ഞു. അത് നിശ്ചയാതമില്ലാത്ത ഉപകാരമല്ലേ? അവൾ ചത്ത് കഴിയുമ്പോൾ കുറ്റി കയറ്റി. നാട്ടുകാർ നോക്കിയപ്പോൾ ആശ്രമത്തിൽ ഇങ്ങനെ കുറ്റി കയറിയിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് ചത്തയെന്ന് വന്ന് മക്കൾ ജയിലിൽ പോയതുപോലെയാ. ആ പോയ പോക്കിന് ഉമ്മൻചാണ്ടി എന്തറിയോ, ഇനി UDF തൽക്കാലം ഭരിക്കണ്ട, ഈ ലീഗ് പന്നികളൊന്നും വന്ന് രാജ്യഭരണം ആക്കണ്ട എന്ന് വിചാരിച്ച് ആ ഭരണത്തെ പിണറായിൽ കയ്യിൽ കൊടുത്തോണ്ട് കളയില്ല. 800ഓളം കടംപെട്ട് വെട്ടല്ല നിയമമുണ്ടായി. 800ഓളം കടംപെട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം 800 കടംപെട്ട് ഇതുകൊണ്ട് ഇവന് അല്ലെങ്കിൽ ഇഷ്ടമുണ്ടായി. അപ്പോൾ എന്താണ്? UDF ജയിച്ചാൽ ഇദ്ദേഹം ആവില്ല, പിണറായി പിന്നെ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ സുധീരനാകും. ഞാൻ വെണ്ണുകശിപ്പെട്ട് കോടതി കയറി ഇറങ്ങണം. അത് ഞാൻ ചെയ്യുമോ? കർണാടകക്കാർ വെല്ലുന്ന ബുദ്ധി നയമുള്ള ആളാണ്. നയമൊന്നല്ല, കുതന്ത്രമുള്ള ആളാണ് അയാൾ. 800 കടംപെട്ട് വെട്ടി. ഇതാണ് ട്രിവാൻഡ്രത്ത് ഒരു നായരുണ്ട്, ആരോഗ്യവകുപ്പ് മന്ത്രി. അടൂർ ഒരു ഈഴവനുണ്ട്, ഇവര് ക്രിസ്ത്യാനി. 3 പേരോട് ചേർന്നിട്ടുണ്ടല്ലോ കടംപെട്ട് വെട്ടിയ ഭരണം പിണറായി കൊടുത്തില്ലേ? അയാൾ ധാരണത്തി കേസിലൊന്നും എന്നെ അകത്താക്കരുത്, നിങ്ങൾ ഭരണം തരാം എന്ന് പറഞ്ഞ് വിട്ടില്ലേ? ദുഷ്ടത്തരം കാണിച്ചത്. അതല്ല ഇന്നിപ്പോൾ കേരളം കണ്ട് ഇത്തരം കണ്ട് കഷ്ടപ്പെടുന്നത്. എന്താണ്? ആരും ഒന്നും ചോദിക്കാനല്ല, പറയാനില്ല. പോലീസ് നിർജീവമാണ്. ഉള്ള പോലീസിനെ ഗ്രൂപ്പീസാണ്. പോലീസ് പറയുന്നത് നടക്കുള്ളൂ. അവിടെ ന്യായമില്ല, നീതിയില്ല, ഒന്നുമില്ല. അൻവർ പറഞ്ഞ് മാത്രമല്ല, സഖാക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമമുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അകത്തേക്ക് പോവും, പിന്നെ പുറത്തേക്ക് പോകാൻ നാൾ പിടിക്കും. പാർട്ടി ഭരിക്കുന്ന ഗ്രാമം പോലെയല്ലേ, പാർട്ടി ഭരിക്കുമ്പോൾ സഖാക്കൾ പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാർ വേർക്കും. ഇത് പോലീസുകാർ അയാൾ അകത്തേക്കിടും. എത്ര സഖാക്കളാണ് പരാതി പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്.
മറിച്ച് സംഘപരിവാർ ആരും പറയുകയാണെങ്കിൽ ഓക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ പിണറായി സഖാവെ, നിങ്ങൾ കാണിക്കുന്ന മഹാമണ്ഡത്തെ നിങ്ങളുടെ കാലത്ത് തന്നെ കേരളത്തിൽ CPM എന്നുള്ള പ്രസ്ഥാനം ഇല്ലാതെ വരും. അങ്ങനെ തീരും. ഇപ്പൊ ഹിന്ദുക്കാർ കളിച്ച് BJPക്ക് ഒരു 10 വോട്ട് കിട്ടുമെന്ന് ഇപ്പോഴും അത് ഇല്ലാതാക്കാൻ വേണ്ടി ഹിന്ദുക്കാർ കളിക്കണം. അതിനൊരു പഴഞ്ചൊല്ലുണ്ട്. ഓരോ ഒസാത്തി എന്ന് പറയുകയാണല്ലോ. ഒസാത്തി ഈ ബാർബർ ഷാപ്പിലെ സ്ത്രീയാ. അപ്പോൾ അവിടെ ആ സ്ത്രീ പറഞ്ഞ്, നിങ്ങൾ ഏതായാലും പുറത്തു പോയി കാശ് കിടക്കല്ലേ, എന്നാൽ അങ്ങോട്ട് പോയി കളയണ്ട, അത് ഇത്താത്തൊക്കെ നേരെയെന്ന് പറഞ്ഞ് വിളിച്ചു ക്ഷണിച്ചോലാണ്. BJP 10 വോട്ട് വരുമ്പോൾ അത് വേണ്ട, അത് ഞങ്ങൾക്ക് തന്നെ വേണം എന്ന് പറഞ്ഞുള്ള തന്ത്രമാണ് ഇപ്പോൾ ഇത്. അതൊന്നും ശരിയല്ല സഖാവേ, അതൊന്നും വളരെ ശരിയല്ല. സംഗതി വളരെ മോശമാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് സഖാവുകൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, പാർട്ടി സമ്മേളനം നടക്കല്ലേ, ആ സമ്മേളനത്തിലേക്ക് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് ക്രമസമാധാന ഭംഗത്തിന് പറ്റിയ സമയം പോലീസുകാരുടെ ഇതും. അതൊന്നും ഒരു ചോദ്യമല്ല. ഞാൻ പറയുന്ന നടക്കുള്ളൂ. എൻ്റെ ശശി എൻ്റെ ആളാണ്, പാർട്ടി വെച്ച ആളാണ്. ഏതാ നട്ടിലുള്ള ഈ പാർട്ടി സെക്രട്ടേറിയറ്റിന് ശശി തിരിച്ചു വിളിക്കാൻ പാടില്ലേ? അൻവർ പറഞ്ഞ പരാതി ശരിയാണെങ്കിൽ ശശി തിരിച്ചു വിളിക്കണ്ടേ? അത് നിങ്ങൾ തട്ടിലുണ്ടോ? സെക്രട്ടേറിയറ്റ് തട്ടിലുണ്ടോ? പിണറായി സഖ പറയുന്നതിനപ്പുറത്ത് ചെയ്യാൻ ധൈര്യമുണ്ട് ഒരാളുണ്ടോ? എന്ത് സെക്രട്ടറി? ഏത് സെക്രട്ടറി? പണ്ട് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സെക്രട്ടറി പിണറായി സഖാവായിരുന്നു. അദ്ദേഹം ശരിക്കും ഷൈൻ ചെയ്ത് സെക്രട്ടറിയായിട്ട് മുഖ്യമന്ത്രിയെ പോലും വലിച്ച വരയിൽ നിർത്തിയിട്ടുണ്ട്. 3-4 പൊളിക്കാൻ പോയ മുഖ്യമന്ത്രിയെ അച്യുതാനന്ദനെ പിടിച്ചു കൊടുന്നുകൊണ്ട് സെക്രട്ടറി പദവി ഉപയോഗിച്ച്. ഇന്നൊരു സെക്രട്ടറി ഉണ്ടല്ലോ നമുക്ക്, മാഷാണല്ലോ. എന്താണ് മിണ്ടുന്നുണ്ടോ? നല്ലത് നോക്കിയേ വേണ്ടുള്ളൂ. ഒരു കൺവീനർ ഉണ്ടല്ലോ, നല്ലത് മിണ്ടുള്ളൂ. കാരണം ഒരു കോക്കസാണ്. ഇപ്പോൾ അമ്മയിൽ പറയുന്ന കോക്കസ് പോലും കോക്കസാണ്. അത് ഭരണ സ്ഥിരാഗ്രഹത്തിൽ പ്രവർത്തിച്ച് അത്യാവശ്യം കാശുണ്ടാക്കി പോകുന്ന ഒരു രീതി മാത്രമാണ് നടക്കുന്നത്. അതിനടുക്കുള്ള ധിക്കാരം. അവരുടെ ചോദ്യം ആരും ഇല്ലല്ലോ ഇന്ന്. പിണറായി സഖാവിൻ്റെ ഗ്യാങ്ങിന് ചോദ്യം ചെയ്യാൻ ഇന്ന് കേരളത്തിൽ ആരുമില്ല. കേന്ദ്രത്തിൽ നിശബ്ദമായിരിക്കണം. അവർക്ക് പ്രശ്നം എന്താ? അവർക്ക് അവരുടെ സപ്പോർട്ട് ചെയ്ത് ഉള്ളിൽ പോകുന്നുണ്ട്, അവർക്കും പ്രശ്നമില്ല. അപ്പോൾ ഹാപ്പിയാണ്. അപകടമാണ് എന്ന് ഒരിക്കലും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നിന്ന് ചെയ്യുന്നു.